72 हूरे दिखेंगी, वर्जिन वो भी जन्नत जाके, असलियत में रंडी खाना जाके आए थे वो। और अब इनको मोहतरमा को लग रहा है कि हमारे कंट्री ने ऐसे ही ओपन फायर कर दिया विदाउट एनी वैलिड रीजन। दीदी आप पागल वागल हैं क्या? पहलगाम अटैक का नाम सुना है? उससे पहले बाकी अटैक्स के नाम सुने हैं आपने? कब से तबाही मचाया जा रहा है आपका लंड फकीर लंडिस्तान। तो हम कुछ ना करें, हम बस हाथ पे हाथ धरे बैठे, हम महात्मा गांधी के भक्त नहीं है अब। ഇതാണ് ആൾ പറഞ്ഞത്. എന്തായാലും സിന്ദൂർ ഓപ്പറേഷനുമായി കണക്ട് ചെയ്തുകൊണ്ട് ആൾ സപ്പോർട്ട് ചെയ്തിട്ട് പറഞ്ഞൊരു സംഗതി നമ്മുടെ പഹൽഗാം അറ്റാക്കിനെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞു. അതിൽ മുഹമ്മദ് നബിയെ ഒന്ന് പരാമർശിച്ചു എന്നുള്ളതാണ് ഇതിൻ്റെ വിഷയമായിട്ട് മാറിയത്. അപ്പോൾ ഇതിൽ പ്രശ്നം നമ്മളെപ്പോഴും പറയാറുള്ളത് പോലെ മറ്റു മതങ്ങളെ വിമർശിക്കുന്ന അവസ്ഥ ഇവിടെ ഉണ്ടാകുമ്പോൾ ഇതുപോലെ വ്യാപകമായ ഒരു നാഷണൽ ലെവലിൽ നീണ്ടു നിൽക്കുന്ന ഏതെങ്കിലും വാർത്തയായിട്ടോ അതല്ലെങ്കിൽ ഇതുപോലെ ഒരു അറസ്റ്റിലേക്ക് പോകുന്നൊന്നും നമ്മൾ കേൾക്കാറില്ല. എന്നാൽ ഇസ്ലാമുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഉടനെ അത് വലിയ ഇതുപോലെ വാർത്തയാവുകയും ഈ ഒരു മതനിന്ദ എന്ന് പറയുന്നത് നാട്ടിൽ വലിയ ചർച്ചയാവുകയും ചെയ്യുമ്പോൾ ഇതെന്താണ്, എന്തിലേക്കാണ് വഴിവെക്കുക എന്നുള്ളതാണ് നമ്മളുടെ ചോദ്യം. അത് ആരിഫ്, അത് പ്രത്യേകിച്ച് ഒന്നിലേക്കും വഴിവെക്കുന്നില്ല. ഇസ്ലാമിനെ പറയുമ്പോൾ മതസ്നേഹം അല്ലെങ്കിൽ ഉള്ള ആളുകൾ, മതത്തോട് സ്നേഹമുള്ള ആളുകൾ ചിലപ്പോൾ ഇസ്ലാമിനെ പറയുമ്പോഴും നബീനെ പറയുമ്പോഴൊക്കെ ആൾക്കാർ എന്താ പറയുക കേസ് കൊടുക്കും. അതല്ലെങ്കിൽ അതൊരു മതനിന്ദമായിട്ട് കാണുന്ന രാജ്യമാണല്ലോ നമ്മുടെ മതേതര ജനാധിപത്യ സെക്യുലർ രാജ്യമായിട്ടുള്ള ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പോൾ അവർ പ്രതികരിക്കും. പിന്നെ മറ്റ് മതങ്ങളെ പറ്റി പ്രതികരിക്കാത്തത് എന്താണ് എന്നുള്ളത് ഒരു ജയശ്രീറാം വിളിച്ചിട്ടില്ലെങ്കിൽ പോലും പ്രതികരിക്കുന്ന മറ്റ് ചില മതങ്ങളുണ്ട് എന്ന് ആരിഫ് മറന്നു പോകും. ആരിഫ് മറക്കണം, മറന്നാലേ ആരിഫാവുള്ളൂ. അതുപോലെ തന്നെ ബീഫ് കഴിച്ചാൽ ഞങ്ങളുടെ ഗോമാതാവിനെ അറുത്ത് കഴിച്ചു എന്ന പേരിൽ ആളുകൾ അവിടെ കേസിലൊന്നും പോവാറില്ല. അതാണ് ഇതിന്റെ ഡിഫറൻസ്. അതാണ് ആരിഫെ. മുസ്ലിങ്ങളെ അല്ലെങ്കിൽ നബിനെ പറഞ്ഞാൽ, അള്ളാഹു തിരിച്ചു പറഞ്ഞാൽ, ഖുർആനെ തിരിച്ചു പറഞ്ഞാൽ ഇവർ കേസിനെ പോകുള്ളൂ. കേസിന് പോയി നേർവഴിക്ക് വരും. മറ്റോടത്ത് അങ്ങനെയല്ല. ശ്രീരാമനെ വിളിച്ചിട്ടില്ലെങ്കിൽ അങ്ങ് തട്ടിക്കളയും. അവിടെ കേസൊന്നും ഇല്ല. അതുകൊണ്ടാണ് ഇതൊന്നും ആരും കേൾക്കാത്തതും കാണാത്തതും. ഗോമാതാവിനെ തിന്ന് പറഞ്ഞിട്ട് അങ്ങ് അടിച്ച് കൊന്നുകളയുകയാണ് ചെയ്യുന്നത്. പിന്നെ അവിടെ കേസൊന്നും ആവുന്നില്ലല്ലോ. അപ്പോൾ പിന്നെ കേസിന് പോകേണ്ട ഒരു ആവശ്യം ഇവിടെ വരുന്നില്ല. അതാണ് ഈ രണ്ടും തമ്മിലുള്ള വ്യത്യാസം. ഒന്ന് ആക്രമണമാവുന്നതും ഒന്ന് സമാധാനപരമായിട്ട് കേസിലൂടെ പോയിട്ട് കാര്യങ്ങൾ തീർക്കാൻ നോക്കുന്നതുമാണ് ഡിഫറൻസ്. അത് മനസ്സിലാവാത്തതാണ്. അതുകൊണ്ടാണ് നീ എച്ചിലായതും. രണ്ട് കാര്യങ്ങളിലേക്കാണ് വഴിവെക്കുക. ഒന്ന്, ഈ പറയുന്ന ഇസ്ലാമിനെ വിമർശിക്കുക എന്ന് പറയുന്നത് നാട്ടുകാർ ഏറ്റെടുക്കും. ഇപ്പോൾ നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്ന കേരളത്തിലൊക്കെ ഇത് ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടാവും. പക്ഷേ ഈ ഒരു ലെവലിൽ കേരളത്തിലേ ഉള്ളൂ. കേരളത്തിൽ ഇപ്പോൾ ഈ പറയുന്ന ഈ പെൺകുട്ടി ഇവിടെ പറഞ്ഞ കാര്യം നമ്മളിവിടെ എല്ലാ ദിവസവും പറഞ്ഞുകൊണ്ടിരിക്കും. മുഹമ്മദ് നബി 72 ഹൂറികളുടെ കാര്യം പറഞ്ഞതും അതല്ലെങ്കിൽ ഇതുപോലെ അടിമപ്പെണ്ണുങ്ങളെ പൂശി നടന്നതും 9 വയസ്സുകാരിയെ പൂശിയതും ഇങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും കള്ളവടി വെക്കാൻ പോയതും ഇതൊക്കെ നമ്മൾ പറഞ്ഞാലും നമുക്കിവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. പക്ഷേ ഇതാർക്കും ഇവിടെ പറയാം. കേരളത്തിലിരുന്ന് ആർക്കും ഇതിവിടെ പറയാം എന്നുള്ളതാണ് ഇവിടുത്തെ കാര്യം. കാരണം ഇത് ഡാറ്റ ഡ്രിവൺ ആണ്. ഇതിൻ്റെ പിന്നിലുള്ള സോഴ്സ് നമ്മളിവിടെ കേട്ടല്ലോ. പച്ചക്ക് മുഹമ്മദ് നബിനെ പറ്റി നമ്മുടെ ആരിഫ് എച്ചിൽ പറഞ്ഞത് നിങ്ങൾ കേട്ടല്ലോ അല്ലേ? ഞാനത് വീണ്ടും എടുത്തു പറയുന്നില്ല. അതാണ് ആരിഫ് പറഞ്ഞു. നമുക്കിവിടെ എന്തും പറയാം. നമുക്കിവിടെ എത്ര നികൃഷ്ടമായിട്ടുള്ള രീതിയിൽ മറ്റൊരു മതത്തിനെ കുറ്റം പറയാനും ചെറ്റത്തരം പറയാനും അവന് കഴിവുണ്ട്. അത് കഴിവുള്ളതുകൊണ്ടാണ് നീ കേരളത്തിൽ ജീവിക്കുന്നത്. എന്നിട്ട് നീ കേരളത്തിൽ ഇരുന്ന് തുളയ്ക്കുന്നത് എന്താണ്? കേരളം മിനി പാകിസ്ഥാൻ ആവുന്നത്, കേരളത്തിൽ അത് വരുന്നത്, കേരളത്തിൽ ഇത് വരുന്നത്, കേരളത്തിൽ എന്നെ കൊല്ലാൻ വരുന്നത്, ഞങ്ങളെ കൊല്ലാൻ വരുന്നത്, ഞങ്ങൾ ടാർഗറ്റഡ് ആണ്. എന്നിട്ട് പച്ചക്കപ്പുറത്തിരുന്ന് പറഞ്ഞ എന്താണ്? കേരളത്തിലൊക്കെ പറയാൻ പറ്റും, ഒരു കുഴപ്പമില്ല, ഇവിടെ ആരും ചെയ്യില്ല. അങ്ങനെ നോർത്ത് ഇന്ത്യയിൽ ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ കേസിന് പോകും. അതുകൊണ്ടാണ് നീ കേരളത്തിൽ സമാധാനപരമായിട്ട് ഇരിക്കുന്നത്. ഈ കേരളത്തിലെ ആൾക്കാർ കുറച്ച് ബോധവും വിവരമൊക്കെ ഉണ്ട്.